നമ്മുടെ പുതുതലമുറയ്ക്ക് മാതൃകയാക്കാവുന്നതാണ് മലപ്പുറം സ്വദേശി ഷെരീഫിന്റെ ജീവിതം. വർഷങ്ങൾക്ക് മുൻപ് ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ ആടുമേച്ച് നടന്ന ഈ ചെറുപ്പക്കാരൻ ഇന്ന് MBA വിദ്യാർത്ഥിയാണ്. ഷെരീഫ് പിന്നിട്ട വഴികൾ ദാ ഇങ്ങനെ. മലപ്പുറം തിരൂർ അയ്യായ സ്വദേശിയാണ് ഷെരീഫ്. ദുബായിൽ ജോലി ചെയ്യുന്ന ഇദ്ദേഹം ഇപ്പോൾ MBA വിദ്യാർത്ഥി. വർഷങ്ങൾ പിന്നോട്ടു പോയാൽ ഷെരീഫിന്റെ ജീവിതം നോക്കെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന മരുഭൂമിയിലായിരുന്നു. അബുദാബിയിലെ ലിവ മരുഭൂമിയിൽ ആടുമേക്കലായിരുന്നു ഇദ്ദേഹത്തിന് ജോലി. മരുഭൂമിയിലെ ജീവിതം എന്ന് പറയുമ്പോൾ അവിടെ തണുപ്പും ചൂടും എല്ലാം വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ മനുഷ്യ മനസ്സ് എന്താണോ പറയുന്നത് അത്തരത്തിലുള്ള കവചമാണ് ഏറ്റെടുക്കാറുള്ളത്. ചൂടുകാലം വരുമ്പോൾ മരുഭൂമിയിൽ നിന്ന് അല്പം പൊന്തിച്ച് ഒരു പന്തൽ പോലെ ഒരു പ്രതലുണ്ടാക്കി അതിന് മുകളിൽ കിടക്കും. തണുപ്പ് കാലം വരുമ്പോൾ കൂടുതൽ ചൂടുള്ള വസ്തുക്കൾ, കറുത്ത തുണിക്ക് ചൂട് കൂടും എന്ന് പറയുമ്പോൾ ഞങ്ങളെല്ലാവരും ടെന്റ് കെട്ടി കറുത്ത തുണി കൊണ്ട് മൂടിയിട്ട് പ്രതിരോധിക്കും. അത്തരത്തിലും പിന്നെ ധാരാളം വിറക് കിട്ടുന്നതായതുകൊണ്ട് തീ കണലുണ്ടാക്കി വെച്ചിട്ട് തണുപ്പിന് പ്രതിരോധിക്കും. അത്തരത്തിലുള്ള പ്രതികൃതിദത്തമായിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ തണുപ്പും ചൂടും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാറുള്ളത്. ദുരിതങ്ങളുടെ കാലമായിരുന്നെങ്കിലും താൻ അന്ന് സന്തോഷത്തിലായിരുന്നുവെന്ന് ഇദ്ദേഹം. 350 ദിർഹം മാത്രമായിരുന്നു മാസ ശമ്പളം. അത് ബന്ധുവായ ഒരാൾ വാങ്ങി വീട്ടിലേക്ക് അയച്ചു കൊടുക്കും. 2 വർഷക്കാലം മരുഭൂമിയല്ലാതെ പുറം ലോകം കണ്ടിട്ടില്ല ഷെരീഫ്. അന്ന് SSLC പോലും ജയിച്ചിട്ടുണ്ടായിരുന്നില്ല. രണ്ടാമത്തെ പരിശ്രമത്തിൽ SSLC സെക്കൻഡ് ക്ലാസ്സിൽ പാസ്സായി. അപ്പോഴേക്കും ആടുജീവിതം അവസാനിപ്പിച്ച് അതേ അറബിയുടെ തന്നെ പാചകക്കാരനായിരുന്നു. ആട് മേയ്ക്കുന്ന ജോലിയിൽ നിന്ന് മാറ്റിത്തരണം, അവിടെ നിന്ന് മാറ്റിത്തരണം എന്ന് സ്പോൺസറോട് പറഞ്ഞപ്പോഴാണ് അതിന്റെ ഒരു പ്രൊമോഷൻ എന്ന രീതിയിൽ അറബി വീട്ടിലെ തബ്ബാക്കായിട്ടായിരുന്നു. പിന്നെ വർഷങ്ങളോളം 8 വർഷത്തോളം തബ്ബാക്കായിട്ടായിരുന്നു ജോലി ചെയ്യുന്നത്. നന്നായി അറബി പാചകം ചെയ്യാൻ അറിയാം, അറബി നന്നായി സംസാരിക്കാൻ അറിയാം. അത് കഴിഞ്ഞ് വലിയൊരു അഭിലാഷമായിരുന്നു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക എന്നുള്ളത്. അങ്ങനെ അത് സ്പോൺസറായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അതിനുള്ള സൗകര്യം ചെയ്തു തന്നു. അങ്ങനെ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് സംഘടിപ്പിച്ചെടുത്തു. ഇപ്പോൾ UAE-ലെ 3 ലൈസൻസ്, ബസ്സിന്റെ അടക്കം 3 ലൈസൻസ് എൻ്റെ കയ്യിലുണ്ട്. കൂടുതൽ പഠിക്കണമെന്ന ആഗ്രഹം ഉള്ളിൽ കയറിയതോടെ ഡിഗ്രി എടുക്കാനായി ശ്രമം. അങ്ങനെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BCom ഡിഗ്രി എടുത്തു. ഇതിനിടയിൽ പാചകവേഷം ഉപേക്ഷിച്ചു. അറബിയുടെ സ്വത്തുക്കൾ നോക്കി നടത്തുന്ന ആളായി. എന്റെ പഠന താല്പര്യം എന്റെ സ്പോൺസറുമായിട്ട് പങ്കുവെക്കുകയും അദ്ദേഹം അതിനു വേണ്ട കാര്യങ്ങൾ ഇവിടെ എന്താണ് ചെയ്യാൻ കഴിയുക അത് ചെയ്യുക എന്നും, അല്ലെങ്കിൽ നിങ്ങൾ നാട്ടിൽ നിന്ന് ചെയ്യുകയാണെങ്കിൽ ചെയ്യുക എന്നും പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ വിവിധ ഘട്ടങ്ങളിൽ നാട്ടിൽ പോയിട്ട് ഡിഗ്രി വരെ ഞാൻ പഠിച്ചെടുത്തത്. പിന്നെ ഡിഗ്രിക്ക് ശേഷം പിന്നെ വീണ്ടും ദുബായിൽ വരികയും ഇവിടെ അമേരിക്കൻ ബിസിനസ് അക്കാഡമിയിൽ ചേർന്ന് ഒരു HR മാനേജർ എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സിന് ചേർന്നു. അതാണ് ആദ്യമായിട്ട് ഇവിടെ അക്കാഡമിക് തലത്തിൽ ചേർന്ന ബിരുദം. മാഞ്ചപ്പുറത്ത് സെയ്താലിയുടെയും ആമിനയുടെയും ഈ മകൻ ഇപ്പോൾ MBA വിദ്യാർത്ഥിയാണ്. ജയ്പൂർ നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റിൽ 3ാം സെമസ്റ്റർ വിദ്യാർത്ഥി. ജോലിയും പഠനവും ഒന്നിച്ചു കൊണ്ടുപോകുന്നു. ഇതോടൊപ്പം മലബാറിനെ കുറിച്ചുള്ള വിശദമായ ഒരു പഠനവും നടത്തുന്നുണ്ട് ഇദ്ദേഹം. ലോകത്തെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന മലബാറിനെ കുറിച്ചാണ് ഷെരീഫിന്റെ പഠനം. ഞാൻ ടൂറിസ്റ്റുകളുമായിട്ടെല്ലാം സംവദിക്കുന്ന സമയത്ത് എന്റെ പ്രദേശമായിട്ടുള്ള, അല്ലെങ്കിൽ ഞാനൊരു മലബാർ പ്രദേശത്ത് നിന്ന് വന്നവനായതുകൊണ്ട് മലബാറിനെ കുറിച്ചുള്ള വല്ലാത്തൊരു അറിവുകേട് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും മലബാറിനെ ഒരു അർത്ഥത്തിൽ സാംസ്കാരികമായിട്ട് കൊച്ചാക്കി കളയാൻ പോലും പലരും മുതിരുമ്പോൾ ഞാൻ അതിൽ ഒരു നല്ലൊരു വിധത്തിലുള്ള പഠനം നടത്തണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ട സോഴ്സുകൾ അന്വേഷിക്കുകയും ചെയ്തു. അങ്ങനെയാണ് മലബാർ എന്നത് രാജ്യത്തിന്റെ 34ഓളം രാജ്യങ്ങളിൽ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടെന്നും 50ഓളം രാജ്യങ്ങളിൽ ഇൻഡയറക്റ്റ് ആയിട്ട് മലബാർ സൂചനകൾ ഉണ്ടെന്നുള്ള അറിവ് എനിക്ക് കിട്ടുന്നത്. അതിനെ അടിസ്ഥാനമാക്കി ഡിസ്കവറി ഓഫ് മലബാർ ന്യൂ ഗ്ലോബലൈസ്ഡ് ഡയമെൻഷൻ എന്ന ഒരു പ്രൊജക്റ്റ് ഞാൻ ഉണ്ടാക്കുകയും പിന്നെ അതുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾക്ക് മുതിരാൻ ഞാൻ തയ്യാറാകുകയായിരുന്നു. ഇപ്പോൾ 6 ഭാഷകളിൽ പ്രാവീണ്യമുണ്ട് ഇദ്ദേഹത്തിന്. KMCC അടക്കമുള്ള സംഘടനകളുടെ സഹകരണത്തോടെയാണ് മലബാറിനെ കുറിച്ചുള്ള പഠനം ഷെരീഫ് നടത്തുന്നത്. മലബാറിനെ സംബന്ധിച്ച് ഷെരീഫ് ഏറ്റെടുത്തുള്ള വിഷയത്തിൽ അതിൻ്റെ വേണ്ടി വരുന്ന സാമ്പത്തിക ചെലവ് മാത്രമല്ല, അതിൻ്റെ മറ്റ് ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിലും KMCC മുൻപന്തിയിലുണ്ട്. അതുപോലെ മറ്റ് രംഗങ്ങളിലുള്ള ഒരുപാട് ഷെരീഫിനെ പിന്തുടർന്നുകൊണ്ട് 2-3 പേപ്പറുകളിൽ ഇപ്പോൾ ഗവേഷണം നടക്കുന്നുണ്ട്. മലബാർ പഠനം പൂർത്തിയാക്കിയ ശേഷം വിശദമായ ഒരു പുസ്തക രചനയും ഷെരീഫിന്റെ അജണ്ടയിലുണ്ട്. കുരുമുളകിനെ ഏറ്റവും വലിയ ഒരു സമ്പത്തിന്റെ ഉറവിടമായിട്ട്
കാണുകയും കുരുമുളക് തേടി ലക്ഷ്യം വെച്ച് ജനങ്ങൾ യാത്ര തിരിക്കുകയും മല എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കുരുമുളകായിരിക്കാമെന്ന് അഭിപ്രായപ്പെടുന്ന ചരിത്ര പണ്ഡിതന്മാരുണ്ട്. ലോകത്ത് മല എന്ന് തുടങ്ങുന്ന ധാരാളം രാജ്യങ്ങളും ദ്വീപുകളും മറ്റു പ്രദേശങ്ങളും ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. അപ്പം മലയുടെ വലിയ ശ്രേണി ആയതുകൊണ്ട് മലബാർ എന്ന പേരിൽ, അഥവാ കുരുമുളകിൻ്റെ ഏറ്റവും വലിയ ശ്രേണി ആയതുകൊണ്ട് മലബാർ എന്നാണെന്ന് പ്രമുഖരായ വലിയ ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളും നിലവിലുണ്ട്. ഇനിയും കൂടുതൽ പഠിക്കണമെന്നും ഒരു ഡോക്ടറേറ്റ് എടുക്കണമെന്നുമാണ് ഇദ്ദേഹത്തിന്റെ ആഗ്രഹം. ആടുമേക്കാനായി വന്ന് പഠനത്തിന്റെ ഉന്നതികൾ കയറുന്ന ഷെരീഫിന് എല്ലാവിധ ആശംസകളും.